കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
പ്ലാച്ചിമട കമ്പനി കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട് അവിടെ പോയി. അവർ വലിയ കവലയാണ്, മുറ്റവും റോഡൊക്കെ പാടും. അത് അവിടെ സ്ഥലം ഉണ്ടാവില്ല, ആ രീതിയിൽ ആൾക്കാർ അന്ന് കൂടുമായിരുന്നു. സർവകക്ഷി യോഗങ്ങൾ 2-3 സർവകക്ഷി യോഗങ്ങൾ നടന്നിട്ടുണ്ട്. മലപ്പുറത്ത് അവരൊരു ഗോഡൗണുണ്ട്, അത് ആക്രമിക്കുന്നത് പോരാട്ടത്തിൻ്റെ പ്രവർത്തകർ. മലപ്പുറത്ത് കൊക്കക്കോള ഉപയോഗിക്കില്ല എന്നുള്ളൊരു കൾച്ചർ തന്നെ അവിടെ വളർന്നു വന്നു. ഇതാണ് സ്ഥിതി ഉണ്ടാകുന്നത്. പിന്നെ ഇവർ പുറത്ത് ബാംഗ്ലൂർ അവിടെയൊക്കെയാണ് കൊണ്ടുപോയിട്ടുണ്ടാകുന്നത്. പിന്നെ അച്യുതാനന്ദൻ വന്ന് ഇവിടെ CPM വന്നിട്ട് അവർ ആളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് 2 ചേരിയാണ്. ഇവിടെ സമരപന്തൽ ഇവിടെയുണ്ട്. മേധാ പട്കറിനെ അവർ വന്നിട്ട് അവരുടെ സ്റ്റേജിൽ വിളിക്കണം. മേധാ പട്കർ സമരം ഇവിടെ നടക്കണം, ഞാൻ ഇവരുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് അവർ ഇവരുടെ കൂടെ നിന്നു. എന്നിട്ട് മൈലമ്മ എന്നുള്ള ആ സമര നേതാവിന് അവരുടെ ഹൗസ് ലോണിന് 40,000 ഉറുപ്പ്യ കിട്ടിയത് അവർ അങ്ങനെ ഇതിന് കൊടുത്തിട്ട് അവർ സ്വന്തം കാശിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന സമരപന്തലുണ്ടെങ്കിൽ അത് അവരുടെ പൈസയിൽ കെട്ടിയതായിരുന്നു. പരസ്യ ബോർഡുകളിലൊക്കെ താറടിക്കൽ, അതിനെ വികൃതമാക്കൽ, അതിനെതിരായിട്ട് പോസ്റ്ററിങ്, പൊതുയോഗങ്ങൾ, കൊച്ചു പ്രചരണ ജാഥകൾ, ഇതൊക്കെ നടത്തിയിരുന്നു. പ്ലാച്ചിമട സമരത്തിലേക്ക് കടന്നു വന്നതായിരുന്നില്ല. ഞാൻ പോരാട്ടം എന്ന സംഘടനൻ്റെ ഇപ്പോൾ ചെയർമാനാണ്. അന്നും അതിൻ്റെ ചെയർമാനായിരുന്നു. കൃത്യമായിട്ട് വർഷങ്ങളറിയില്ല, അത് നിങ്ങൾ ശരിയാക്കിയിടുന്നു. അപ്പം ഈ കൊക്കക്കോള സമരം പണ്ട് ഇന്ത്യയിൽ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് അയച്ചതായിരുന്നു. എന്താണ്, BP സിംഗ് ഗവൺമെൻറ്റിൻ്റെ കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഇയാളാണ് ജോർജ് ഫെർണാണ്ടസ് ആയിരുന്നു, അങ്ങനെ അയച്ചതാണ്. ഇന്ന് വലിയ ജലക്കൊള്ളയാണ്, അങ്ങേയറ്റത്തെ പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത് ഞങ്ങൾക്ക് നല്ല സ്റ്റഡി നടത്തിയിട്ടാണ്. അതിലും അതൊരു വശം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അതിലും ഉപരി അത് സാമ്രാജ്യത്വ കൊള്ളയാണ്. പ്രൈവറ്റ് കമ്പനിയാണെങ്കിലും ഒരു സാമ്രാജ്യത്വ കൊള്ളയാണെന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ 3-ാം ലോക രാഷ്ട്രങ്ങളെല്ലാം ആ രീതിയിൽ സാമ്പത്തികമായും അതിൻ്റെ പ്രകൃതി വിഭവങ്ങളെയും പ്രത്യേകിച്ച് ജലസ്രോതസ് കൊള്ളയടിക്കുകയും അതേ സമയത്ത് അത് കൊക്കോക്കോള ഉൽപ്പാദനത്തിൽ അത് ചേർക്കുന്ന കെമിക്കലുകളുണ്ട്. അത് നിരന്തരം മനുഷ്യ ശരീരത്തിൽ ചെല്ലുകയാണെങ്കിൽ അസ്ഥികൾ ദ്രവിക്കുകയും ബലക്ഷയം ഉണ്ടാക്കുകയും ചെയ്യാൻ കൂടെ പര്യാപ്തമായിട്ടുള്ളതാണ്. ഞങ്ങളിവിടെ പരീക്ഷിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ആരോഗ്യപരമായി കൂടെ അതൊരു വിഷമാണ് സത്യത്തിൽ. ലഹരി എന്നുള്ളതുകൊണ്ട് ചെറുപ്പക്കാരും മറ്റുമൊക്കെ അതിൽ ആകർഷകരുമാണ്. അപ്പോൾ ആ ഒരു സ്ഥിതിയിലാണ് ഭഗത് സിംഗ് ദിവസം വരുന്നുണ്ട്, ഭഗത് സിംഗിൻ്റെ ജന്മദിനം. അപ്പോൾ ഞങ്ങൾ ഒരു ഭഗത് സിംഗ് ജന്മദിനത്തെ അതിനെ ആധാരമാക്കി ഒരാഴ്ചത്തെ സാമ്രാജ്യത്വ വിരുദ്ധ ദിനം എന്നുള്ളതൊക്കെ ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്. അതിൻ്റെ പോരാട്ടം അതിൻ്റെ തീരുമാനത്തിൽ അന്ന് കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അതിൻ്റെ കീഴിലുള്ള അതിനോട് വിധേയത്വമുള്ള ഒരു ബഹുജന സംഘടനയാണ് പോരാട്ടം. അപ്പോൾ ഞങ്ങളങ്ങനെ തീരുമാനിക്കണം രാഷ്ട്രീയമായിട്ട്. അതിന് ആദ്യമായിട്ട് അവിടെ ഒരു വലിയ പ്രതിഷേധ ജാഥയാണ്, സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ ജാഥയാണ് ഇതിനെതിരായിട്ട് നടക്കുന്നത്. അതാണ് അതിൻ്റെ തുടക്കം. അന്ന് ഞങ്ങൾ പിന്നീട് ഈ സമരത്തിൽ വന്നപ്പോൾ വളയടി വേണുഗോപാൽ അങ്ങനെയുള്ളവരെയൊക്കെ പോയി സമീപിക്കുന്നുണ്ട്. അവർ വിയോജിപ്പ് പറയുന്നില്ല, പക്ഷെ നിങ്ങൾ നടത്തോ, നമുക്ക് പിന്നെ ആലോചിക്കാം എന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്നില്ല, ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു. ഒരു തരം ഒരു ഇരട്ടത്താപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയായിരുന്നു, പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ജാഥ നടന്നു ഗംഭീരമായിട്ട് പ്ലാച്ചിമട ഗേറ്റിൻ്റെ മുന്നിൽ അത് സമാപിക്കുകയും ഇതിൻ്റെ മൊത്തം ഭവിഷ്യത്തുകളെ വിശദീകരിക്കും, ജനങ്ങളെ സംഘടിക്കണം, സമരം ചെയ്യണം എന്നുള്ള രീതിയിൽ. അതാണ് അതിൻ്റെ തുടക്കം, ഭഗത് സിംഗ് ഡേ.
അപ്പോൾ ഒരാഴ്ചക്കാലം പിന്നെ അത് ഞങ്ങൾ സംസ്ഥാന വ്യാപകമായി ഇതിനെതിരായിട്ട് പോസ്റ്റർ ക്യാമ്പയിനും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ഇപ്പോൾ പ്ലാച്ചിമടൻ്റെ പരസ്യ പലകകൾ താറടിക്കുന്ന അങ്ങനെ ഒരു ക്യാമ്പയിനാണ്. ഒരാഴ്ചക്കാലമാണ് അത്. പ്ലാച്ചിമടയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. പ്ലാച്ചിമടയ്ക്കപ്പുറത്ത് പാലക്കാട് ടൗൺ പ്രത്യേകമായിട്ട്. പിന്നീട് ഞങ്ങൾക്കത് എവിടെയൊക്കെ സംസ്ഥാന തലത്തിൽ സ്വാധീനമുണ്ടോ അവിടെയെല്ലാം ഇതിൻ്റെ പ്രചരണം നടത്തുകയൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ ഇതിനെതിരായിട്ടൊരു സമരസമിതി വിളിച്ചു കൂട്ടാൻ വേണ്ടി ടീച്ചർ എല്ലാം മുൻകൈ എടുത്തിട്ട്, ഹേമ ടീച്ചറുടെ മുൻകൈയിൽ വിളിച്ചു കൂട്ടണം. അവരിവിടെ ജില്ലാ പോരാട്ട സംഘാടക സമിതിയിലെ അംഗം കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ജില്ലാ പോരാട്ടം സംഘടനയുടെ നേതൃത്വത്തിലാണ് വിളിച്ചു കൂട്ടുന്നത്. സമരസൈല വേണു, ആറുമുഖം പത്തിച്ചിറ, ഒരു വേലൂർ സ്വാമിനാഥൻ, മരിച്ചുപോയത് വേലൂർ സ്വാമിനാഥൻ പ്രധാനമായിട്ട്, പിന്നെ മൈലമ്മ, ഇവരാണ് അറിയപ്പെടുന്ന ആൾക്കാരായിട്ട്. അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അതിൽ. അന്ന് അത് തുടർ സമരത്തിനെ പറ്റി പദ്ധതി ഇടണു. അപ്പോൾ ഒരു നോട്ടീസ് പ്രസ്താവന അച്ചടിക്കാൻ ആക്കിയിട്ട് വരുന്നു. അപ്പോൾ അത് വേണു പറയുന്നുണ്ട്, അത് നമുക്ക് ഒന്നും കൂടെ വിപുലമായി കൂടാം, കൂടേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കൂടിയാലോചനയാണ്, ഒരു വിപുലമായി കൂടാം. പക്ഷേ ഇത് ഒരു എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ വിശദീകരിക്കുന്നത് നോട്ടീസ് തയ്യാറാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അത് തയ്യാറാക്കാതെ നമുക്ക് അടുത്ത ആഴ്ച കൂടാമെന്ന് പറയുന്നു. അപ്പോൾ ഒരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് ആ ഡേറ്റിന് കൂടുമ്പോൾ അയാൾ വരുന്നില്ല. മാത്രമല്ല അതിന് മുമ്പ് അവർ തനിയെ കൂടുകയും സമരസമിതി രൂപീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ സമരസമിതിയിൽ ഇല്ലാതാവുന്നു പോരാട്ടം. അപ്പോൾ സമരസമിതി അതിൻ്റെ മുൻകൈ എടുത്തിട്ട് പിന്നീട് സമരസഹായ സമിതി രൂപീകരിച്ചിട്ട്, സത്യത്തിൽ ആ സമരസഹായ സമിതിയാണ് കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കിയത്. ആളെ അണിനിരത്തലും മറ്റും സംസ്ഥാന തലത്തു നിന്ന് ആൾക്കാരെ വരവും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഗംഭീരമായ പ്രകടനങ്ങളും സമരപന്തൽ ഉയർന്നുണ്ട്. പക്ഷെ ഇതൊന്നും മറ്റുള്ളവർക്ക് അറിയണമെന്നില്ല. ആർക്ക് ഇപ്പോൾ വേലൂർ സ്വാമിനാഥനോ അല്ലെങ്കിൽ പത്തിച്ചിറയ്ക്കോ ഒന്നും ഇത് എന്താണ് നടന്നതെന്ന് അറിയണമെന്നില്ല, മൈലമ്മയ്ക്കൊക്കെ. പക്ഷെ ഇവർ സമരസഹായ സമിതി എന്നുള്ളതിൻ്റെ പേരിൽ ഇവർ സഹാക്കൾ അവിടെ പന്തലിൽ നിരന്തരം ഇരിക്കുകയും ഇവർ അന്ന് കോളേജിൽ വർക്ക് ചെയ്യുമായിരുന്നു, കോപ്പറേറ്റീവ് കോളേജിൽ. കോളേജ് കഴിഞ്ഞാൽ വൈകുന്നേരം നേരെ അങ്ങോട്ടാണ് പോവുക. രണ്ട് ചെറിയ കുട്ടികളാണ് ഞാൻ അവർക്ക് വേണ്ടി ഇവിടെ വന്നിട്ട് തുണയിരിക്കും. ഇവർ കോളേജ് വിട്ട് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങ് പോകും. പിന്നെ 9 മണി 10 മണിക്കൊക്കെ തിരിച്ചു വരുള്ളൂ. അങ്ങനെയാണ് വർക്ക് മുന്നോട്ട് പോയത്. പിന്നെ അവിടെ സഹാക്കൾ, അവിടെ പോരാട്ടത്തിൻ്റെ പ്രവർത്തകർ അവിടെ കേന്ദ്രീകരിക്കുകയും ആദിവാസികൾക്കിടയിൽ വർക്ക് ചെയ്യും, സംഘടിപ്പിക്കുകയും അങ്ങനെയാണത് മുന്നോട്ട് പോയത്. അപ്പോൾ പ്രതിഷേധ ജാഥകൾ, സർവകക്ഷി യോഗങ്ങൾ വ്യാപകമായിട്ട്. പ്ലാച്ചിമട കമ്പനി കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്, അവിടെ പോയി. അവർ വലിയ കവലയാണ്, മുറ്റവും റോഡൊക്കെ പാടും. അത് അവിടെ സ്ഥലം ഉണ്ടാവില്ല, ആ രീതിയിൽ ആൾക്കാർ അന്ന് കൂടുമായിരുന്നു. സർവകക്ഷി യോഗങ്ങൾ 2 or 3 സർവകക്ഷി യോഗങ്ങൾ നടന്നിട്ടുണ്ട്. PA പൗരൻ അവരൊക്കെ അതിലുണ്ടായിരുന്നു. CPIൻ്റെ ആൾക്കാർ പങ്കെടുക്കും. CPM രംഗത്തേ വന്നിട്ടില്ല. അപ്പം ഇതിപ്പുറത്ത് നടക്കുമ്പോൾ അപ്പുറത്ത് ഇപ്പോൾ ഇന്നിപ്പോൾ മന്ത്രിയായിട്ടുള്ള വൈദ്യുതി മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടി ജനതാദൾ, അയാളാണ് ഇതിനെല്ലാം സഹായം ചെയ്തിട്ടുള്ളത്. ഈ കമ്പനി വരുന്നത് ശിവദാസ മേനോൻ വ്യവസായ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ശിവദാസ മേനോൻ്റെ സഹായത്തോടു കൂടിയാണ്. പല കഥകളുണ്ട് ഇവർക്ക്. അപ്പോൾ അതിൽ BJP അതിനാവശ്യമായ കോൺട്രാക്ട് തൊഴിലാളികൾക്ക് സപ്ലൈ ചെയ്യുന്നത് BJP ആണ്. യൂണിയൻ CITU ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കടന്നാൽ പിന്നെ അവരൊക്കെ CIT തൊഴിലാളികൾ, അവരാണ് യൂണിയൻ. കൃഷ്ണൻകുട്ടിൻ്റെ എല്ലാവിധ അനുഗ്രഹ ആശിസോട് കൂടിയിട്ടാണ് കമ്പനി നടക്കുന്നത്. വെള്ളം അതിൻ്റെ ഉള്ളിൽ 60 ബോറിങ് കിണറെന്തോ ഇട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അതിലൊന്നും വെള്ളം കിട്ടിയില്ല. പിന്നീട് വേണ്ടത്ര മതിയായ വെള്ളം, പിന്നെ പരസ്യമായിട്ട് അവിടുന്ന് അണക്കെട്ട് കൃഷിക്ക് വരുന്ന വെള്ളം സിമെൻറ്റ് കനാലുണ്ടാക്കിയിട്ട് ആ റോഡോടുകൂടി നോക്കിയാൽ കാണും. അത് വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കുളം പോലെ ഉണ്ടാക്കിയിട്ട് ആ കുളത്തിലേക്ക് വെള്ളം ചാടിച്ച് സ്റ്റോക്ക് ചെയ്യായിരുന്നു. അത് ഈ സമരം വന്നപ്പോൾ പിന്നെ അത് വലിയ പ്രശ്നമായി. കാരണം ഇറിഗേഷൻ വെള്ളം കക്കുകയാണെന്നുള്ള രീതിയിൽ വരുമല്ലോ അത്. അപ്പോൾ അത് അവർ നിർത്തി. പിന്നെ കൃഷ്ണൻകുട്ടിൻ്റെ വലിയ തവല കിണറിൽ നിന്നാണ് വെള്ളം സപ്ലൈ ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്ഥിതി.
ലോഡ് കണക്കിൽ കൊക്കോകോള അവിടുന്ന് പോകും. അതർ സ്റ്റേറ്റുകൾക്കൊക്കെ ഇവിടുന്നാണ് സപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ സമരം ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇത് പ്ലാച്ചിമടയിൽ ഒതുങ്ങുന്നതല്ല, അങ്ങനെ അത് വ്യാപകമായിട്ട് സംസ്ഥാനതല ഇഷ്യൂ ആയി അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. അതിൽ പോരാട്ടം സംഘടനയാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ചത്. അന്ന് ജനതാദൾ എന്താണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. CPM അവിടുത്തെ യൂണിയൻ്റെ ആളാണ്, അവരാണ് ലൈസൻസ് കൊടുത്ത് കൊണ്ടുവരുന്നത്. ഔദ്യോഗികമായിട്ട് അവരുടെ കൂടെയായിരുന്നു. പിന്നെ ജനതാദൾ പഞ്ചായത്ത് ലൈസൻസ് കൊടുക്കുന്നു. പിന്നെ അത് ഒഴികെയുള്ള ഭരണ പാർട്ടിയിൽ പെടാത്ത പാർട്ടികളൊക്കെയാണ് ഇതിൽ സജീവമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ സമരസമിതി വിളയൊടി വേണുഗോപാലിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആളായിരുന്നു അതിൻ്റെ. അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ സമര സഹായ സമിതി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളൊക്കെ അതിൽ സഹകരിച്ചിട്ടുണ്ടായിരുന്നത്. ടീച്ചർ അതിൽ സജീവമായിരുന്നു. അപ്പോൾ സമരം മുന്നോട്ട് പോയി അത് സംസ്ഥാന തലത്തിൽ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. മലപ്പുറത്ത് അവരുടെ ഒരു ഗോഡൗണുണ്ട്, അത് ആക്രമിക്കുന്നത് പോരാട്ടത്തിൻ്റെ പ്രവർത്തകരാണ്. എറണാകുളത്ത് കലൂർ മറ്റേ ഈ ഭാഗത്തെ എവിടെ ഇങ്ങനെ ആലുവയ്ക്കും എറണാകുളത്തിനും ഇടയ്ക്ക് സ്ഥലത്ത് ഗോഡൗണുണ്ട്, അത് പോരാട്ടമാണ് ആക്രമിക്കണം, അതിന് തീയിടുന്നുണ്ട്, അതിന് ആക്രമിക്കണം. അങ്ങനെ അത് വളരെ ശക്തമായി വ്യാപിച്ച് വരികയാണ് ചെയ്തത്. അതൊക്കെയാണ് അതിൻ്റെ ഒരു ജീവത്തായിട്ട് ഉൾക്കാമ്പായിട്ടുള്ള സമരം എന്ന് പറയാനുള്ളത്. സമരപന്തലുണ്ട്, അവിടെ നിരന്തരം ആൾക്കാർ തുടർച്ചയായിട്ട് നിരാഹാരം, കുത്തിയിരിപ്പ്, അതങ്ങനെ പോകുന്നുണ്ട്. ദിവസേന പ്രകടനങ്ങളും പൊതുയോഗങ്ങളും മറ്റുമൊക്കെ നടക്കും. അപ്പോൾ ആദ്യം നമ്മൾക്കിതിൻ്റെ മറ്റ് കാര്യങ്ങൾ അത്ര അറിഞ്ഞുകൂടാ. പക്ഷെ പിന്നീട് അഭിപ്രായ വ്യത്യാസം വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടു പോവുകയാണ്. ഞങ്ങളൊരു പദ്ധതി വെച്ചു, ഇവിടുന്ന് ലോഡ് പോകുന്നുണ്ട്, ഡസൻ കണക്കിൽ ലോഡാണ് പോകുന്നത്. അന്ന് 14-15 ലോഡ് ഒരു ദിവസം പോകും, വലിയ ട്രക്ക് ലോഡ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ലോഡ് നമുക്ക് എവിടെ സ്വാധീനമുണ്ടോ അവിടെ നമുക്ക് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. സർവകക്ഷി യോഗത്തിൽ ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമായിട്ട് കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് അറിയാലോ. ബ്രിട്ടൻ്റെ ചായ വന്നത് മുഴുവൻ ബോസ്റ്റൺ തുറമുഖത്തു നിന്ന് തൊഴിലാളികളെടുത്ത് കടലിൽ വലിച്ചെറിഞ്ഞത്. അതുമാതിരി നമ്മൾക്ക് പ്ലാച്ചിമട ടീ പാർട്ടി സംഘടിപ്പിക്കുക. അപ്പോൾ ഒരു ലോഡും ഇവിടുന്ന് പോകരുത്. ലോറി മുഴുവൻ അവർ വാടകയ്ക്ക് എടുക്കുന്നതാണ്. ആ ലോറികൾക്ക് ഓടാൻ കഴിയാത്ത സ്ഥിതി വരെയും ലോഡ് പോകാതെ വരുന്നതാണ്. ലോറി ഉടമകൾ അവർക്ക് വാടകയ്ക്ക് കൊടുക്കില്ല. അപ്പോൾ അതിൻ്റെ ഈ കയറ്റുമതി ബിസിനസ് നിൽക്കും. അപ്പോൾ അത് ഉൽപ്പാദനത്തിനെ ബാധിക്കും. അങ്ങനെ അതിൻ്റെ ഉൽപ്പാദനത്തിനെ തടസ്സപ്പെടുത്തണം, അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വായിച്ചത്. പക്ഷെ അതൊന്നും അങ്ങനെയല്ല. അതിൽ ഒരു ഒഴിഞ്ഞു മാറി കാര്യങ്ങളിങ്ങനെ ഒരു തരം ഷോ രീതിയിൽ വലിയ ആൾക്കാരെ കൊണ്ടുവരിക. സുരേന്ദ്രമോഹൻ അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. പിന്നീട് അവസാനം ഇതിൻ്റെ 1ാം വാർഷികം വരുമ്പോഴേക്ക് ഇതിങ്ങോട്ട് കത്തിക്കാളുകയാണത് സമരം, അതങ്ങ് വ്യാപിച്ചു. അപ്പം എല്ലാവർക്കും ഇതിനോടൊരു സെൻറ്റിമെൻ്റ് അല്ല. പല ദിക്കിലും മലപ്പുറത്ത് അതിൻ്റെ വലിയ സെയിൽസ് മാർക്കറ്റായിരുന്നു മലപ്പുറം, ഗൾഫ് കൾച്ചറും ഇതൊക്കെ അല്ലേ. അപ്പോൾ അവിടെ ഒരാളും കൊക്കോകോള വാങ്ങില്ല എന്നുള്ള സ്ഥിതിയായി. ട്രെയിനിൽ വരുന്ന ആൾക്കാർ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ നമ്മൾ കണ്ടാൽ ആൾക്കാർ പറയും, കേരളത്തിൽ ഇങ്ങോട്ട് വന്നാൽ ആൾക്കാർ സംസാരിക്കും, കുട്ടികൾക്ക് ഇതൊന്നും കൊടുക്കരുത് കേട്ടോ, കൊക്കോകോള വിഷമാണ്, അങ്ങനെയാണത് വാങ്ങരുത്. ഇങ്ങനെ വന്നു. അത് ജനങ്ങളത് ഏറ്റെടുത്തു. അപ്പോൾ ഇവിടെ അവരുടെ മാർക്കറ്റ് വല്ലാതെ, മലപ്പുറത്ത് കൊക്കോകോള ഉപയോഗിക്കില്ല എന്നുള്ളൊരു കൾച്ചർ തന്നെ അവിടെ വളർന്നു വന്നു. ഇതാണ് സ്ഥിതി ഉണ്ടാകുന്നത്. പിന്നെ ഇവർ പുറത്ത് ബാംഗ്ലൂർ അവിടെയൊക്കെയാണ് കൊണ്ടുപോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ 1ാം വാർഷികം വരുന്നത്. ആ 1ാം വാർഷികം വരുമ്പോൾ വന്ദന ശിവയാണ് ഇവർ കൂട്ടിയിട്ട് വരുന്നത്. ഒരു സമരം 1ാം വാർഷികം എന്ന് പറഞ്ഞാൽ 1 കൊല്ലം നീണ്ടു നിന്നേ. അപ്പം 4 കൊല്ലമായി സമരം അപ്പോഴേക്ക്. അപ്പോൾ എന്നെ വിളിക്കുന്നുണ്ട്, ഞാൻ വന്നു, ഞാൻ കാര്യം തുറന്നു പറഞ്ഞു. അവിടെ തന്നെ അഭിപ്രായം വെച്ചാൽ അന്ന് സമരത്തിൻ്റെ തുടക്കലോ ഇടയിലോ ഒന്നും ഇല്ലാത്തവരൊക്കെ പിന്നെ ഇതിൽ കടന്നുകൂടി പലരും വന്നു. അപ്പം ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പലരും അവരവരുടെ രീതിയിൽ, ചിലവർ ഇതിൻ്റെ വേസ്റ്റ് വാരി പഞ്ചായത്തിൻ്റെ മുമ്പിൽ കൊണ്ടിടുന്നത്. ഇപ്പോൾ CR നീലകണ്ഠൻ പോലുള്ളതൊക്കെ ഇടയ്ക്ക് വരികയാണ്. അങ്ങനെ ആ ടീമിൽ വന്നൊക്കെ പിന്നെ ഇതിൻ്റെ ആളാകുകയാണ്. പിന്നെ അച്യുതാനന്ദൻ വന്ന് ഇവിടെ CPM വന്നിട്ട് അവർ ആളെ കൊണ്ട് വന്ന് നിർത്തിയിട്ട് 2 ചേരിയാണ്. ഇവിടെ സമരപന്തൽ ഇവിടെയുണ്ട്. മേധാ പട്കറിനെ അവർ വന്നിട്ട് അവരുടെ സ്റ്റേജിൽ വിളിക്കണം. മേധാ പട്കർ സമരം ഇവിടെ നടക്കണം,
ഞാൻ ഇവരുടെ കൂടെയാണെന്ന് പറഞ്ഞിട്ട് അവർ ഇവരുടെ കൂടെ നിന്നു. അവരവിടെ സ്റ്റേജ് കെട്ടി അച്യുതാനന്ദൻ വന്ന് ആയിരക്കണക്ക് ആൾക്കാരെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഡംപ് ചെയ്ത് വലിയ സമ്മേളനമൊക്കെ നടത്തി. എന്നിട്ട് അതങ്ങനെ ആ സമരത്തെ ഭിന്നിപ്പിച്ചു. ഒരു സെക്ഷൻ സമരം പിൻവലിക്കുക എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഒരു സെക്ഷനെ കൊണ്ട് പിൻവലിപ്പിക്കുകയും മറ്റൊരു സെക്ഷൻ തുടരുകയും ചെയ്തു. അവിടെ തുടരുന്നവരും ഈ ഒരു തരം മാമൂൽ സമരമാണ്. ഒരിക്കലും അതിനെ ഒരു ഗുണപരമായ തലത്തേക്ക് എത്തിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ 5 കൊല്ലം ഉൽപ്പാദനം നടന്നു. 5 കൊല്ലം ലൈസൻസ് വന്നു. അപ്പോൾ എന്താ പ്ലാച്ചിമട സെമിനാറുകൾ അത് നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ അത്ര മനസ്സിലായില്ല. ആ രീതിയിലൊരു ആവേശമായിരുന്നു ഇവിടെ ജനങ്ങളുടെ ഇടയിൽ. അപ്പം കുടുംബങ്ങളിലും എല്ലാം ഇതൊരു ചർച്ചാ വിഷയമാണ്. അതിൻ്റെ കെമിക്കൽ എന്താണ് ഇതൊക്കെ ഇവിടെ അറിയുമായിരുന്നു ആൾക്കാർക്ക്. അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ തന്നെ ഒരു കൾച്ചർ വന്നു കൊക്കോക്കോള ബഹിഷ്കരിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അപ്പോഴേക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പെരുമാട്ടി പഞ്ചായത്ത് ജനതാദളിന് കിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരികയാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇവരും തമ്മിലാണ് വടംവലി. അങ്ങനെ വന്നപ്പോൾ അവർ പഞ്ചായത്ത് പുതുക്കിയില്ല. 5 കൊല്ലം കഴിഞ്ഞ് പുതുക്കണമല്ലോ, പുതുക്കിയില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോടതിയിൽ പോകും, ഇതൊക്കെ അങ്ങനെയൊക്കെ പലരും അങ്ങനെ പോയിട്ടുണ്ട്. പുതുക്കാണ്ടായപ്പോൾ അവർ ക്ലോസ് ആക്കി. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ബാംഗ്ലൂരിൽ ഉൽപ്പാദിപ്പിച്ച് ചരക്ക് ഇവിടെ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. പക്ഷേ മാമൂൽ സമരം അവിടെ കുത്തിയിരിക്കലും ഇതൊക്കെ ആയി. ഇതാണ് അതിൻ്റെ ചുരുക്കം. 5 കൊല്ലം സമരം നടന്നു, 5 കൊല്ലം ഉൽപ്പാദനം നടന്നു. അതിന് ഒരു കോട്ടം ഉണ്ടായില്ല. പിന്നീട് ഞങ്ങൾ ഈ സമരസമിതിൻ്റെ വേണുഗോപാലിനെയൊക്കെ കാണുന്നത് ഈ പ്ലാച്ചിമട മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിന്ന കൃഷ്ണൻകുട്ടിക്ക് പഞ്ചായത്തിന് വോട്ട് പിടിക്കാൻ നടക്കുന്നതാണ് കാണുന്നത്, നേരിട്ട് കാണുക. അപ്പോൾ ഞങ്ങളുടെ പാർട്ടി പരിപാടി ആയിട്ട് ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരണ ക്യാമ്പയിൻ വണ്ടിത്താവളത്ത് അതിൻ്റെ പൊതുയോഗം നടക്കുന്ന സമയത്ത് ഈ വേണു തലയിൽ ഞങ്ങളെ കണ്ടപ്പോൾ കാണാത്ത മാതിരി നിന്നിട്ട് വോട്ട് പിടിക്കാൻ നടക്കുക കൃഷ്ണൻകുട്ടിക്ക്, ജനതാദളിന് വേണ്ടി. ഈ ജനതാദളിന് എതിരായിട്ടാണ് സമരം ആരംഭിക്കുന്നത്. ജനതാദളിനല്ല കൊക്കക്കോളയ്ക്കെതിരായിട്ട്. പക്ഷേ ഇവരൊക്കെ അതിൻ്റെ കൂടെയായിരുന്നു. മാത്രമല്ല ഒരു പ്രാവശ്യം ഇതിൻ്റെ ഇടയ്ക്ക് ആ സമരപ്പന്തൽ തീ വയ്ക്കുക വരയ്ക്കും ചെയ്തു. ഇവർ ഗൂഢാലോചന നടത്തി തീ വെച്ചു. എന്നിട്ട് മൈലമ്മ എന്നുള്ള ആ സമര നേതാവിന് അവരുടെ ഹൗസ് ലോണിന് 40,000 ഉറുപ്പ്യ കിട്ടിയത് അവരങ്ങനെ ഇതിന് കൊടുത്തിട്ട് അവർ സ്വന്തം കാശിലാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന സമരപ്പന്തലുണ്ടെങ്കിൽ അത് അവരുടെ പൈസയിൽ കെട്ടിയതായിരുന്നു. വലിയ 40,000 ഉറുപ്പ്യ ഗവൺമെൻറ് ലോണ് കിട്ടിയത് അവരുടെ ഹൗസ് ലോണിന്. അത് ആ ലോണ് അവർ മരിച്ചു അതിൻ്റെ ഇടയ്ക്ക്. അപ്പം സ്പ്ലിറ്റായപ്പോൾ ഞങ്ങൾ ഇത് പോകുന്നുണ്ട്, ഞാനും ടീച്ചറുമൊക്കെ പോകുന്നുണ്ട്, അവരുടെ വീട്ടിൽ പോകുന്നുണ്ട്. ആംബുലൻസിൽ അവരുടെ മൃതശരീരം ഞങ്ങൾ പ്ലാച്ചിമട ഗേറ്റിൽ കൊണ്ടുവന്നിട്ട് അനുശോചന യോഗം. വീരേന്ദ്രകുമാറുണ്ട്, NN കൃഷ്ണദാസ് MP, അന്ന് XMP ആണ്, ആളെ MP അല്ല, ആരുണ്ട്, എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. വലിയ ജനാവലിയാണ്. മൃതശരീരം കൊണ്ടുവന്നിട്ട് ഈ സമരപ്പന്തലിൽ കൊണ്ടുവരുമ്പോൾ വേണുണ്ട് ആംബുലൻസിൽ. പക്ഷേ ഇത് മൃതശരീരം അവിടെ ഇറക്കാൻ സമ്മതിച്ചില്ല അവരെ. ആ സമരം ഇരിക്കുന്നവർ ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഇരിക്കുന്നവരാണ്. അതിൽ ഇരിക്കാൻ അവർ ഇറക്കാൻ സമ്മതിച്ചില്ല. മാത്രമല്ല ഇവരിങ്ങനെ പുലമ്പും പറയലും അതും ഇത് അവളെ മറ്റവളെ മറിച്ച് വളരെ സംസ്കാരം. അപ്പോൾ ഞാൻ വേണുവിനോട് പറഞ്ഞു, വേണു നിങ്ങളിപ്പോൾ തുടർച്ചയാണല്ലോ, അപ്പോൾ അവരോട് അവിടെ ഒരു കൾച്ചറില്ലാത്തവരാണ്, അതിലൊരു ഒത്തുകളിയായിരുന്നു, അവിടെ ഇറക്കിയില്ല. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു എന്താണെന്ന് പറഞ്ഞാൽ ഗേറ്റിൽ ആ മൈതാനം ഒരു മാവുണ്ട്, അവിടെ അതിൻ്റെ ചുവട്ട് നിഴലുണ്ട്. അസൽ പൊരിഞ്ഞ വില ഇതുപോലെ മെയ് മാസമോ ഏപ്രിൽ മെയ് ആണ്, നിൽക്കില്ല. അത് അവിടെ ഇറക്കി ആ വെയിലത്ത് വെച്ചിട്ടാണ് അനുശോചന യോഗം അവിടെ കൂടുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ഥിതി ഉണ്ടാകുന്നത്. ഇപ്പോൾ അവർ സമരം നഷ്ടപരിഹാരം വേണം, ഭൂമി വേണം, അങ്ങനെ സമരം അതിന് തുടരുന്നു. അത് ഞാനിപ്പോൾ അതിൽ കമൻറ്റ് പറയില്ല. എന്തായാലും അപ്പോൾ അവിടെ പാറാവുന്ന പോലീസുകാരടക്കം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളെന്താ ഇതിന് പിന്നാലെ നടക്കുന്നത്, ശരിക്കും ഇതിൽ ചതിയാണ് നടക്കുന്നത്. ഇവിടുത്തെ മെഷീനറി വരയ്ക്കും ഇവരുടെ മുന്നിൽ കൂടെയാണ് കുത്തിപ്പുഴക്കി കൊണ്ടുപോകും. ഇപ്പോൾ അവിടെ വെറും എല്ലും കോടും ഒരു സ്കെൽട്ടനാണുള്ളത്, മറ്റേ ജനൽ വരയ്ക്കും കൊണ്ടുപോയിരിക്കും. അപ്പോൾ മെഷീനറി വരയ്ക്കും ഇവരുടെ മുന്നിൽ കൂടിയാണ് കൊണ്ടുപോകുന്നത്. അത് തടുക്കാനോ ഒന്നിനും തയ്യാറായില്ല. മുദ്രാവാക്യം വിളിച്ചിട്ട് അവരവിടെ ഇരിക്കും. അപ്പോൾ ഇതൊരു നാടകമാണ്.
നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ എന്തിനാണ് നിൽക്കുന്നത് എന്ന് നമ്മളോട് ചോദിക്കണം. നമുക്കറിയാം കാര്യങ്ങൾ. പക്ഷേ അവർക്ക് ഭൂമി കിട്ടുകയാണെങ്കിൽ ഭൂമി ഇപ്പോൾ കിട്ടട്ടെ. നഷ്ടപരിഹാരത്തിന് ഇവിടെ ഗവൺമെൻറ് അയച്ചു, അത് അവിടുന്ന് പിന്നെ എന്തോ തിരിച്ചയച്ചു, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അത് അങ്ങനെ കിടക്കുകയാണ്. എന്തായാലും അത് എവിടെ എത്താൻ പോകുന്നില്ല. അങ്ങനെ എത്തേണ്ടതാണ്. ഇപ്പോൾ ഇതേ കൃഷ്ണൻകുട്ടി ഇപ്പം മിനിസ്റ്ററാണ്. ഈ മന്ത്രിസഭയിൽ സ്വാധീനം ചെലുത്തിയിട്ട് വേണമെങ്കിൽ അവർ ചെയ്യുക. അതൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതിങ്ങനെ ഒരു തരം ഒരു തരം കള്ളനും പോലീസിനും കളിക്കാതെ നാടൻ ഭാഷയിൽ അതുപോലെയാണ് അത് നടന്നത്. ഒരു ഘോര വഞ്ചനയാണ് എന്നുള്ളതാണ്. പക്ഷേ കൊക്കോക്കോളയ്ക്കെതിരായിട്ടുള്ള വലിയൊരു പ്രചരണം ഉണ്ടാകുകയും അതിനെതിരായിട്ടുള്ള അതൊരു വിദ്യാഭ്യാസ മൂവ്മെൻറ്റായി തന്നെ മാറുകയും ഒരു വലിയ സമരമായിട്ട് മാറുകയൊക്കെ ചെയ്തു. അതിൽ പോരാട്ടം എന്നുള്ള സംഘടനയ്ക്ക് അത് അകത്ത് ആയിരുന്നപ്പോഴും സമിതി അത് മുൻകൈ എടുത്തപ്പോഴും പിന്നീട് സമര സഹായ സമിതി ആയിരുന്നപ്പോഴും അതിൽ സജീവമായി നിൽക്കുകയും ഈ സമരത്തെ കേരളത്തിൽ വ്യാപിപ്പിക്കാനുള്ള മുൻകൈ എടുക്കുകയും ചെയ്തു. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോഴും അവിടെ സമരം തുടരുന്നുണ്ട് നഷ്ടപരിഹാരത്തിൻ്റെ. ഇപ്പോൾ വേണുവിനിവിടെ മറ്റൊന്നിലും വിളിക്കില്ല, അങ്ങനെ എത്തി. കാരണം അയാളൊരു കളിയാണ്, ഒരു തരം സർക്കാരുമായി ഒത്ത് കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ എന്തിനാ അയാൾ അങ്ങനെ കളിക്കുന്നത്, സാമ്പത്തിക ലാഭം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. അയാളിപ്പോൾ അതുകൊണ്ട് പണം ഉണ്ടാക്കുക അങ്ങനെ അതൊന്നും ചെയ്യില്ല. പക്ഷെ ഇവിടുത്തെ പോലീസ് മാധ്യമ പ്രവർത്തകർക്കെല്ലാം തന്നെ നല്ല ലാഭം കൊക്കോക്കോള നന്നായിട്ട് പണം കൊടുക്കുകയും കയ്യിലെടുക്കുകയും ഈ സമരത്തിനെ അടിച്ചമർത്താൻ. ആ സമരത്തിലൊരു ഇടതുപക്ഷമുണ്ട്. അത് പ്രത്യേകിച്ച് പോരാട്ടത്തിൻ്റെ ആൾക്കാരെ കേസിൽപ്പെടുത്തൽ, അവരെ അറസ്റ്റ് ചെയ്യൽ, അങ്ങനെ അത് നിരന്തരമായിരുന്നു. അങ്ങനെ ഒരു സ്ഥിതിയായിരുന്നു സമരം. അതാണ് അതിൽ ചുരുക്കി പറയാനുള്ളത്. അപ്പോൾ അത് ടീച്ചർമാർ അവരൊന്നും മാനുഷിൻ്റെ പോരാട്ടത്തിൻ്റെയൊക്കെ പ്രവർത്തിയാണ്. അതിൻ്റെ ഒരു സംസ്ഥാന തലത്തിൽ ആൾക്കാർ സ്ത്രീകളുടെ തന്നെ തനിയതായിട്ടുള്ള പരിപാടികൾ നടത്തലും അങ്ങനെ ഗംഭീരമായിട്ട് അത് മുന്നോട്ട് പോയിരുന്നു. ഇതാണ് അതിൻ്റെ ചുരുക്കത്തിൽ പറയാനുള്ളത്. പക്ഷേ കൊക്കോക്കോള അവർ പൂട്ടിപ്പോയി. പിന്നെ അവർക്ക് ഇവിടെ മറ്റ് വിഭവങ്ങളില്ലാതായി. വെള്ളം കിട്ടുന്നത് നേരത്തെ തന്നെ അതൊരു സ്കേഴ്സിറ്റി ഏരിയയാണ്, വാട്ടർ സ്കേഴ്സിറ്റി ഏരിയയാണ്. അവിടെയാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ അവിടുത്തെ അതിൻ്റെ പരിസ്ഥിതി ആഘാതം പറഞ്ഞാൽ ഇവരുടെ ഈ വേസ്റ്റ് അവർ നുണ പറഞ്ഞിട്ട് മൊത്തം കൃഷിക്കാർക്ക് കൊടുക്കും, കൃഷി സ്ഥലത്ത് കൊണ്ട് ഇടാൻ വേണ്ടി. അപ്പോൾ കൃഷിക്കാർ അത് അറിയില്ല, അവർ അതൊക്കെ കൊണ്ടിട്ടു. അതിന് ഉറവുണ്ടല്ലോ, അപ്പോൾ അത് കിണറിലുള്ള പരിസരത്തുള്ള കിണറിലേക്ക് അങ്ങനെ ഇറങ്ങുന്നതായിരിക്കാം. പാല് നിറം അരി വേവിക്കാനിട്ടാൽ ഒരു ബ്രൗൺ കളറായിട്ട് മാറും. അരി അതിൽ വേവിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വന്നു. അപ്പോൾ പിന്നെ പരിസ്ഥിതി പ്രശ്നം അങ്ങനെയൊക്കെയാണ് CR നീലകണ്ഠൻ പോലുള്ളവരൊക്കെ വരുന്നത്. അവരൊക്കെ ഒരു അവസാന ഘട്ടത്തിലാണ് അവരൊക്കെ വരുന്നത്. ചുരുക്കത്തിൽ അതാണ് പറയാനുള്ളത് സമരത്തിനെ പറ്റി. അവബോധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് അവരുടെ പരസ്യ ബോർഡുകളൊക്കെ നമ്മൾ വികൃതമാക്കുന്ന താറടിക്കൽ, അതിന് തകർക്കൽ അങ്ങനെയായിരുന്നു. വ്യാപകമായിട്ട് തുടക്കത്തിൽ ഈ ഒരാഴ്ചത്തെ സാമ്രാജ്യത്വ വിരുദ്ധ വാരം എന്നുള്ള രീതിയിൽ വ്യാപകമായിട്ട് പോസ്റ്ററിങ്, അതാണ് അതിൻ്റെ തുടക്കം. പിന്നെ ഈ സമരം ഇങ്ങനെ വരുന്നതോടുകൂടിയാണ് അത് അങ്ങ് എടുക്കണത്. പിന്നെ 2 ഗോഡൗണുകൾ, ഒന്ന് മലപ്പുറത്തും ഒന്ന് കളമശ്ശേരി ഭാഗത്താണെന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ഏറ്റവും ഓർമ്മ. ആ ഭാഗത്ത് എങ്ങനെയാണ് കൃത്യമായ ലൊക്കേഷൻ അറിഞ്ഞുകൂടാ. അവിടെ അത് ആക്രമിച്ച് അവിടെ തീ വയ്ക്കുകയാണ്. പക്ഷേ ഇത് വെള്ളമല്ലേ, തീ വെച്ചാൽ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലായതുകൊണ്ട് അങ്ങനെ കുറേ ഡാമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. മറ്റത് ആക്രമിച്ച് ശരിക്കും തകർത്തു. ഇതാണ് പുറത്തേക്ക് വ്യാപിപ്പിക്കുന്നത്. കേരളം വ്യാപകമായിട്ട് നമുക്കത് ആ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പരസ്യ ബോർഡുകളിലൊക്കെ താറടിക്കൽ, അതിനെ വികൃതമാക്കൽ, അതിനെതിരായിട്ട് പോസ്റ്ററിങ്, പൊതുയോഗങ്ങൾ, കൊച്ചു പ്രചരണ ജാഥകൾ ഇതൊക്കെ നടത്തിയിരുന്നു. അതാണ് പുറത്ത് നടത്തിയ ആക്ടിവിറ്റീസ്. അത് സമര സഹായ സമിതി എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ സമര സഹായ സമിതി എന്നുള്ളതിലേക്ക് ഇവിടെ നടക്കുന്ന മെയിനായിട്ടുള്ള സമരസമിതിൻ്റെ നേതൃത്വത്തിലുള്ള പ്രകടനങ്ങൾ, പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതിൽ സജീവമായിട്ട് അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ ഊടും ഭാവമായിട്ട്. ഞങ്ങൾക്കൊന്നും ഭക്ഷണം കിട്ടില്ല. കാരണം ഇവർ മുഴുവൻ എല്ലാ സമയത്ത് കോളേജിൽ പോകണം, ഇത് ചെയ്യണം, കുട്ടികളെ നോക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. ഞാൻ പിന്നെ ഇത് തൽക്കാലം മാറ്റിയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്തത്, വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ചെയ്തത്.
മല്ലമ്മ തുടക്കത്തിലേ അവർ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടാണല്ലോ, അവർക്കാണ് ഇതിൻ്റെ വലിയ എഫക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവരാണ് സമരത്തിൽ ഉൾക്കാമ്പായിട്ട് നിന്ന ആൾക്കാർ, ഈ ആ വിഭാഗം. അത് പിന്നീട് അതിനെ ഭിന്നിപ്പിച്ചു, അച്യുതാനന്ദനും മറ്റുമൊക്കെ വന്നിട്ട് ഭിന്നിപ്പിച്ചു. അങ്ങനെയാണ് അവരെ ഇവർ സമരവിരുദ്ധയാക്കി മാറ്റുകയും ദ്രോഹി എന്നൊക്കെ മുദ്ര കുത്തി ശവശരീരം പോലും അവർ ഇറങ്ങാം. പക്ഷെ അവർ വളരെ സിൻസിയറായിരുന്നു. അവരൊക്കെ ശുദ്ധ ആൾക്കാരായതുകൊണ്ട് ഇതിൽ രാഷ്ട്രീയ വടംവലി ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ, അതൊന്നും അവർക്ക് അറിയില്ല. ഇപ്പോൾ അച്യുതാനന്ദൻ വലിയ അന്ന് പ്രതിപക്ഷ നേതാവാണ്, അല്ല മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ല, പാർട്ടി സെക്രട്ടറി ആയിരുന്നു. അവരിങ്ങനെ ആയിരക്കണക്കിന് ആൾ റാലി വരും. അപ്പോൾ ഇവരൊക്കെ പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിട്ടുള്ള ആൾക്കാരാണ്. ഒക്കെ അതിൻ്റെ പിന്നാലെ നിന്നു. അവർ ഉടനെ സമരം അതിനെ പിൻവലിക്കുക എന്ന് വേണ്ട അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഒരു പൊളിച്ചതാണ്, ഈ സമരത്തെ പൊളിച്ചതാണ്. അപ്പോൾ രണ്ട് ചേരിയായി. അതിൽ സമരം അങ്ങ് മുന്നോട്ട് പോവുകയും ഈ സമരം മുന്നോട്ട് പോകുന്നവരും മറ്റൊരു തരികടയായിരുന്നു. അത് മറ്റൊരു രീതിയാണ്, നമുക്ക് പറഞ്ഞത് അങ്ങനെ മനസ്സിലാകില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞല്ല, BJP ഇപ്പോൾ വലിയ കാര്യമില്ല, അവരാണ് ആളെ സപ്ലൈ ചെയ്യുന്നത് കൊക്കക്കോളയ്ക്ക്, കോൺട്രാക്ട് വർക്കേഴ്സ് പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നത്. അവരിവിടെ ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ CIT യൂണിയനായി, അത് CPM ആണ്. ഇവരൊക്കെ ഒരു കളിക്കാരാണ്, അത് CIT തൊഴിലാളികളാണ്, അവർ CIT യൂണിയനാണ്. അവസാനം ഈ CIT യൂണിയൻ ഞങ്ങൾക്ക് തൊഴിൽ വേണം, ഇത് പൂട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് തൊഴിൽ വേണമെന്ന് പറഞ്ഞിട്ട് കമ്പനിൻ്റെ ചിലവിൽ കലക്ടറേറ്റിൻ്റെ മുമ്പിൽ പന്തൽ കെട്ടിയിട്ട് 20-22 ദിവസം അവിടെ സമരം നടത്തി കലക്ടറേറ്റിൻ്റെ മുമ്പിൽ. ചിലവ് മുഴുവൻ കമ്പനിൻ്റെ വകയാണ്. അപ്പോൾ ഇവർ കമ്പനി അടച്ചുപൂട്ടണം പാടില്ല, ഞങ്ങൾക്ക് തൊഴിൽ വേണം, അതാണ് അവർ പറഞ്ഞത്. അതെന്നും അവർ ഈ പരിസ്ഥിതി പ്രശ്നം വരുമ്പോൾ തൊഴിലിൻ്റെ പ്രശ്നം ഉന്നയിക്കുകയും എന്നിട്ട് പരിസ്ഥിതി പ്രവർത്തകരെ കടന്നാക്രമിക്കുന്ന സ്ഥിതി വരയ്ക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൻ്റെ രാഷ്ട്രീയമാണ് ഞാൻ പറയുന്നത്. പലരും അതിൽ വ്യാപകമായിട്ടുണ്ടായിരുന്ന പലരും പിന്നീട് അത് വിട്ടുപോയി. ഒരു P. സുന്ദരരാജൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, അയാൾ, അവരൊക്കെ ഉണ്ടായിരുന്നവർ, അവരൊക്കെ ഇന്ന് വിട്ടുപോവുകയും അവസാനം ഇതൊക്കെ തുറന്ന് കാണിച്ച് മാധ്യമത്തിലൊക്കെ ലേഖനങ്ങൾ വരികയൊക്കെ ചെയ്തിരുന്നു ആൾക്കാർ. അതാണ്. പക്ഷെ കൊക്കക്കോളയ്ക്ക് ഇവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല, പോയി അവർ. അതാണ് സത്യത്തിൽ സമരം എന്ന് പറഞ്ഞാൽ അതൊരു പരാജയമാണ്. കാരണം 5 കൊല്ലം അവർ ഉൽപ്പാദനം നടത്തിയില്ലേ, ഒരു വിഘ്നവും ഇല്ലാതെ ഉൽപ്പാദനം നടത്തി. ലൈസൻസ് 5 കൊല്ലം കഴിഞ്ഞ് പുതുക്കിയില്ല, അത്രയേ ഉള്ളൂ. സമരം ഒരു പ്രഹസനന്മാരി മുന്നോട്ട് പോവുകയാണ്. അത് നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിയും, പരസ്യമായിട്ട് പറയുകയും ചെയ്തിരുന്നു. ആ രീതിയിൽ അത് പരാജയമാണ്. കമ്പനിയെ സംബന്ധിച്ചോളം വിജയമാണ്. 5 കൊല്ലം അവർ നടത്തി. മാത്രമല്ല ഇപ്പോഴും സമരം നടത്തുകയാണ്. ആ സമരം നടക്കുമ്പോഴും അതിൻ്റെ മെഷീനറികൾ മുഴുവൻ കൊണ്ടുപോവുകയാണ് തടുക്കാൻ. എന്നാൽ നഷ്ടപരിഹാരമാണ്, ഞങ്ങളുടെ കാര്യം പരിഹരിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് തടുക്കാലോ. പോലീസ് അവിടെ കാവൽ നിൽക്കുന്ന ഡ്യൂട്ടിക്കുള്ള പോലീസുകാരാണ് ഇത് പറയുന്നത്. അവർക്ക് ഉള്ളിൻ്റെ വിഷമമുണ്ട്, ഇതിങ്ങനെ നടക്കുന്നതൊരു തട്ടിപ്പാണ്. കാരണം അവർ ഇത് അനുഭവിക്കുകയാണല്ലോ. ഓഫീസേഴ്സിനും മൊത്തം ഫാമിലി കുപ്പിയാണ് അവർ കൊടുക്കുക. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പോലീസ് ക്വാർട്ടേഴ്സിൽ ഓരോ ക്വാർട്ടേഴ്സിലെ ഓഫീസേഴ്സും സർക്കിൾ ഇൻസ്പെക്ടർ DSP വരയ്ക്കും കൊക്കക്കോള ഇഷ്ടമല്ല. കൊക്കക്കോള ഇഷ്ടപ്പെടാത്ത കൊച്ചുകുട്ടി പോലും ഇല്ലല്ലോ. അത് കുടിച്ചാൽ അത് കുടിക്കും, അത് അങ്ങനെയാണ്, അതൊരു അഡിക്റ്റാവും. അതിൻ്റെ ഒരു എൻസൈം അവരതങ്ങനെ ചേർക്കുന്നുണ്ട്. അത് കൊക്കക്കോള കുടിച്ചാൽ പിന്നെ ഒന്നും കുടിക്കില്ല, ഞങ്ങൾ കൊക്കക്കോളക്ക് തന്നെ കുടിക്കണം എന്നുള്ള അവിടേക്ക് എത്തും. അങ്ങനെ ഒരു എൻസൈം അതിലവർ കലർത്തുന്നുണ്ട്. ഒന്ന് ആരോഗ്യപരമായ മാരകമാണത്, അതിൽ ചേർക്കുന്ന കെമിക്കലുകൾ. അപ്പം അതൊന്നും അങ്ങനെയുണ്ട്. പാരിസ്ഥിതികമായിട്ട് ജലചൂഷണം അത് ഭീകരമാണ്. പിന്നെ അതുണ്ടാകുന്ന മറ്റിതാണ് അതിൻ്റെ വേസ്റ്റ് കൈകാര്യം ചെയ്യാൻ അവർക്ക് പദ്ധതിയില്ല. അത് അവർ കൃഷിക്കാരനെ പറ്റിച്ച് വളമാണെന്ന് പറഞ്ഞ് കൊടുത്ത് അത് വളമാണെന്ന് ഇട്ട് പിന്നീടാണ് അത് ചൊറിയും മറ്റുമൊക്കെ വരും. കിണറിലെ വെള്ളം നശിക്കുമ്പോഴാണ് ഇതിനെ പറ്റിയിട്ട് അറിയുന്നത്. അങ്ങനെ അത് പാരിസ്ഥിതികമായതാണ്. ഇതൊന്നും അല്ലാതെ ഭയങ്കര സാമ്രാജ്യത്വ കുത്തകകളുടെ കൊള്ളയാണത്. അപ്പം അതിനിവിടെ ഇടതുപക്ഷ സർക്കാരും ജനതാദൾ എന്ന് ഉള്ള ആൾക്കാരും ഇതെല്ലാം ഒക്കെ ഇടതുപക്ഷമാണല്ലോ. ഇപ്പോൾ ഇടതുപക്ഷം കൂട്ടി നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനെ തുറന്നു കാണിക്കലായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കലായിട്ട് അതിലുണ്ടാകുന്ന ഉള്ള കാര്യം. ഒരു വർഷം പ്ലാൻ ചെയ്തല്ല, പൂട്ടിക്കാൻ എല്ലാ സാധ്യതയുണ്ടായിരുന്നു.
അതാണ് ഞങ്ങൾ പദ്ധതി വെക്കുന്നത്. ഇത് ഇവിടുന്ന് ലോഡ് പോകാൻ പാടില്ല, ലോഡ് തടുക്കണം, നമുക്ക് പ്ലാച്ചിമട പാർട്ടി ടീ പാർട്ടി നടത്തുക എന്ന് പറഞ്ഞ് പരസ്യമായി സർവകക്ഷി യോഗത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ സമരസമിതിയിൽ നിന്നൊക്കെ നമ്മളെ മെല്ലെ ഒഴിവാക്കുന്നത്. പക്ഷേ സമരപന്തൽ അവർ കത്തിക്കണു, ജനതാദളുകാർ കത്തിക്കുന്നുണ്ട്. ജനതാദളാണെന്ന് അതിനെപ്പറ്റി ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ല. പോലീസ് സ്റ്റേറ്റ് മുഴുവൻ അവരുടെ ഭാഗത്താണ്. സമരപന്തൽ കത്തിക്കുന്നുണ്ട്. പോരാട്ടത്തിൻ്റെ ബാനർ ഉണ്ടായിരുന്നു, തല്ല് കൊള്ളാതിരിക്കാൻ. നാട്ടുകാർ പറയാം തല്ല്, ഒരു ബാനർ മാത്രം അവിടെ കെട്ടുമായിരുന്നു. കാരണം എന്താ പറയുക, പോരാട്ടം അതിലുണ്ട്. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ തല്ല് കൊള്ളാതിരിക്കാൻ ആ ബാനർ അവർ മരത്തിൽ കെട്ടിയത്, അത് മാത്രം അവിടെ നിലനിർത്തി ആര്, സമരസമിതിക്കാർ. നമ്മൾ സമരസമിതിയിലില്ല, പിന്നെ സമരസഹായ സമിതിയിൽ പുറത്താണുള്ളത്. അത് സമരസമിതി പോരാട്ടം എന്ന് പറഞ്ഞിട്ട് വലിയ ബാനർ ഉണ്ടായിരുന്നു, അത് അവസാനം വരയ്ക്കും ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സ്റ്റില്ല് നിങ്ങൾ ശേഖരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം. അതിവിടെ പറയുമായിരുന്നു, പോരാട്ടത്തിൻ്റെ ബാനർ അവിടെയുണ്ട്, അത് തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടിയാണ്. പേടിയുണ്ടാവും, അവരെന്നെ കൈവച്ചാൽ അവർ തിരിച്ചടിക്കും. നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ സഹാക്കളെ, അവിടെ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അവിടെ നിന്ന് പ്രവർത്തിച്ച, ഒളിവിൽ നിന്ന് പ്രവർത്തിച്ച സഹാക്കളുണ്ടായിരുന്നു. അപ്പോൾ അവരാരാണ്, എങ്ങനെയാണ് ഇവിടെ വന്നത്, പേരും നാളും ഒക്കെ അന്വേഷിക്കലും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവരെ അവിടുന്ന് മാറ്റേണ്ട സ്ഥിതി വരയ്ക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം തൽക്കാലം ഒരു ഏറ്റുമുട്ടി വന്ന് പിന്നെ ജനതാദളും പോരാട്ടവും നക്സലൈറ്റുകളും തമ്മിലടി, CPM-ഉം നക്സലൈറ്റുകളും തമ്മിൽ അങ്ങനെ പോകും അത്. അപ്പോൾ അതിന് നമ്മൾ ആ ചതിയിൽ വീഴാൻ തയ്യാറായിരുന്നില്ല. അവരെ പിൻവലിച്ചു. വേറെ ആൾക്കാർ അവിടെ പരസ്യമായി നിൽക്കുന്ന, ഇപ്പോൾ ടീച്ചർമാരുള്ളവരൊക്കെ അവിടെ എല്ലാവർക്കും അറിയാം, ഇവർ അവിടെയൊക്കെ താമസിക്കും, അവിടെ തന്നെ വർക്ക് ചെയ്യും. ചെയ്ത മൈലമ്മൻ്റെ വലിയ ഇഷ്ട ആളായിരുന്നു. അപ്പോൾ ഇതാണ് അവസ്ഥയുണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയൊരു രാഷ്ട്രീയ ചതി, ഗൂഢാലോചന അതിൻ്റെ പുറകിലുണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ സമരം ആ രീതിയിൽ വിജയിച്ചില്ല. വിജയിച്ച് ഒരു വശം വിജയിച്ചു എന്ന് പറയണമെങ്കിൽ ഇതാണ്, അതിനെതിരായ പ്രചരണം വന്നു, ഒരു കൾച്ചർ ഇവിടെ വന്നു. താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു കൾച്ചർ വന്നു. ഞാനത് പറഞ്ഞല്ലോ ജനങ്ങളുടെ ഇടയിലുള്ള സംഭാഷണങ്ങളെ പറ്റിയൊക്കെ. അപ്പോൾ അത് വന്നു. പക്ഷേ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 5 കൊല്ലം അവർ ഉൽപ്പാദിപ്പിച്ചു. ലൈസൻസ് തീരുന്നവരേക്കും ഉൽപ്പാദിച്ചു, അവർ പൂട്ടി, അവർ പോയി. മെഷീനറി വരയ്ക്കും അവർക്ക് ഒരു നഷ്ടം ഉണ്ടായില്ല. സമരം ചെയ്തവർ സമരം ചെയ്തുകൊണ്ടേയിരുന്നു, അത്ര തന്നെ. ചുരുക്കത്തിൽ അതാണ്.